ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നിങ്ങൾ ഓരോ ദിവസം എന്റെ യൂട്യൂബ് വീഡിയോന്റെ അടിയിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും ഓതന്റിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരാറുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി JWTൻ്റെത് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ നെക്സ്റ്റ് ഡേയ്സിന്റെ ഈ ഒരു സെക്യൂരിറ്റി പാർട്ടിൽ ഒരു എസ്പെഷ്യലി ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ റിലീസ് ചെയ്ത സമയത്ത് അവിടെ വൾനറബിലിറ്റി വരുന്ന സമയത്തൊക്കെ ഈ ഒരു കമന്റ് എനിക്ക് വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പോസ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് ഡേയ്സിൽ എസ്പെഷ്യലി നെക്സ്റ്റ് ഡേയ്സിന്റെ ലേറ്റസ്റ്റ് വേർഷൻ നെക്സ്റ്റ് ഡേയ്സ് 15 എങ്ങനെയാണ് ഒരു റോബസ്റ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഒരു ഒതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻക്രെഡിബിളി പവർഫുൾ ആയിട്ടുള്ള O.js ലൈബ്രറി ആണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലൈബ്രറി ഓതന്റിക്കേഷന്റെ പാർട്ടിലാണെങ്കിലും മൾട്ടിപ്പിൾ വെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നോക്കും. നമ്മളിത് ചൂസ് ചെയ്തിരിക്കുന്നത് GitHub ഓതന്റിക്കേഷൻ ആണ് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയ ലോഗിനിൽ ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ GitHub ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോ ഒരു പുതിയ പ്രൊജക്ട് ബിൽഡ് ചെയ്യുവാണ്, അവിടെ എങ്ങനെയാണ് ഒരു ലോഗിൻ സിസ്റ്റം നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷനിൽ സ്ട്രഗിൾ ചെയ്യുവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റൗട്ട്സിന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും സെഷൻ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു പാർട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഫ്രം ദ ബിഗിനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ഫണ്ടമെന്റൽ കോൺസെപ്റ്റും ഈ ഒരു ഒതന്റിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ പേര് അനു എന്നാണ്. എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് എസ്പെഷ്യലി റിയാക്ട്, നെക്സ്റ്റ്.js, Node.js, എക്സ്പ്രസ്, അതുപോലെ ഡെവോപ്സിന്റെ കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു PHP ഒക്കെയാണ് ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റിയാക്റ്റും റിയാക്ട് ട്യൂട്ടോറിയൽസും അതുപോലെ റിയാക്റ്റിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ ലൈബ്രറീസും ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേ അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു ലൈബ്രറി O.js ജസ്റ്റ് ഒന്ന് നോക്കാം. അറിയാവുന്നവരാണെങ്കിൽ ചാപ്റ്റേഴ്സ് ഞാൻ കൊടുത്തേക്കാം, ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം O.js അതുപോലെ തന്നെ Next.js ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ. ആക്ച്വലി ഇനിഷ്യലി ഒരു ലൈബ്രറി സ്പെസിഫിക്കലി നെക്സ്റ്റ്.js ആപ്ലിക്കേഷന്റെ ഒതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. ലേറ്റർ അവര് ഇത് ഇവോൾവ് ആയി ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിംവർക്കിനും ഈ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വെസറ്റൈൽ ആയിട്ടുണ്ട്. അതായത് ഇപ്പോ നിങ്ങളിപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ Express.js ആണെങ്കിലും അല്ലെങ്കിൽ ക്യുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്വെൽറ്റ്, നമുക്ക് അറിയാവുന്ന സ്വെറ്റിൽ കിറ്റ്, അതായത് നമുക്ക് അറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്സ് അല്ലേ, അവിടെ എല്ലാം നമുക്ക് ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ Next.js അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്, സിന്റാക്സിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒതന്റിക്കേഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ സെഷൻ മാനേജ്മെന്റ് ആണെങ്കിലും അതിന്റെ കൂടെ വരുന്ന ഓതറൈസേഷൻ പാർട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് വെച്ച് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് കുറച്ചും കൂടെ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫംഗ്ഷനാലിറ്റി പാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാറ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നതാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നും ആ ഒരു ഇത് തന്നെയാട്ടോ അവരുടെ ഡോക്യുമെന്റേഷൻ എടുത്തേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് O.js അല്ലെങ്കിൽ Next.js എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. അതിൽ വരുന്ന ഫസ്റ്റ് ലിങ്ക് ഈ ഒരു ഡോക്യുമെന്റേഷന്റെ ആയിരിക്കും കേട്ടോ. ഇതാ ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇവിടെ കൊടുത്തിട്ടില്ലേ O.js.dev എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, ഡോക്യുമെന്റേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊജക്ട് സെറ്റപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഈ ഒരു എന്താ പറയാ O.js ലൈബ്രറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഇനി ഇവര് എന്തൊക്കെ ടൈപ്പ് ഒതന്റിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ OAuth ആണ് ഫസ്റ്റ്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ സോഷ്യൽ ഇതിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലേക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് പാസ്വേഡും യൂസർ നെയിം ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലത്തുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഈ ഒരു ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ പാസ്വേഡ്സും അതിന്റെ ഷെയറിങ്ങും അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന GitHub, അതുപോലെ തന്നെ ഗൂഗിള്, ട്വിറ്റർ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന GitHub, ഗൂഗിള്, ട്വിറ്റർ
ഫേസ്ബുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് ഗിറ്റ്ഹബ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഓൾമോസ്റ്റ് ഇനി വരെ എന്താ പറയാ ഇംപ്ലിമെന്റേഷൻ എല്ലാം സെയിം ആണ്. അതിൽ നമുക്കൊരു അതിന് നമ്മളൊരു കീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമേ ഈ ഒരു ഇതിന്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലോഡ് ചെയ്യുന്ന API പ്രോസസ്സിനും അല്ലാതെ ബാക്കി സ്റ്റെപ്പ് എല്ലാം സെയിം ആണ് കേട്ടോ. നിങ്ങളിപ്പം ഗിറ്റ്ഹബിന് പകരം ഗൂഗിളാ വേണ്ടതെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കും. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഓത്ത് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ മാജിക് ലിങ്ക്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ചില കേസൊക്കെ നമുക്ക് മെയിലിലേക്ക് ലിങ്ക് വന്നിട്ട് നമ്മൾ അവിടുന്ന് ലോഗിൻ ചെയ്യുന്ന കേസൊക്കെ ഇല്ലേ, മാജിക് ലിങ്ക്സ് യൂസ് ചെയ്യുമല്ലോ. അപ്പൊ എഗെയിൻ ഇതൊരു പാസ്വേർഡ്ലെസ് അപ്രോച്ച് ആണ്, യൂസറിന് ഒന്നും കൂടെ കൺവീനിയന്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നോർമൽ ആയിട്ട് സാധാരണ നമ്മളൊരു വെബ്സൈറ്റിൽ കാണുന്ന ട്രഡീഷണൽ യൂസർ നെയിം പാസ്വേഡ് ഒതന്റിക്കേഷൻ ഇല്ലേ, അതുമാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അതും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയാ നമ്മുടെ യൂസറിന്റെ ഡാറ്റാബേസ് ത്രൂ അല്ലെങ്കിൽ എക്സ്റ്റേണൽ API ത്രൂ ഒക്കെ നമുക്ക് ഇത് കസ്റ്റം ക്രെഡൻഷ്യൽ പ്രൊവൈഡേഴ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫൈനൽ ഒതന്റിക്കേഷൻ ആണ് വെബ് ഓത്ത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതൊന്നും കൂടാതെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ക്രിപ്റ്റോഗ്രാഫിക് കീസ് യൂസ് ചെയ്തിട്ട് പാസ്വേഡിന് പകരം ക്രിപ്റ്റോഗ്രാഫിക് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒതന്റിക്കേഷൻ ടൈപ്പ്. ഇതിൽ നമ്മൾ ഈ ഒരു ഗിറ്റ്ഹബ് ത്രൂ ഓത്ത് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു ഇൻസ്റ്റാളേഷൻ പാർട്ടിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ Next.js, നിങ്ങൾക്ക് ഇനിയിപ്പം എന്റെ ട്യൂട്ടോറിയൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് Next.jsന്റെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒരു കമാൻഡിൽ ക്രിയേറ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് നെക്സ്റ്റ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. കണ്ടിട്ടില്ലെങ്കിൽ എന്റെ തൊട്ട് പ്രീവിയസ് വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ ഞാനിവിടെ Next.jsന്റെ പ്രൊജക്ട് എന്താ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, അതുപോലെ തന്നെ ടെയിൽവിൻഡ് ഒക്കെ ഇന്റഗ്രേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ. ഇനി ഞാനൊരു സിമ്പിൾ ഒരു നാവിഗേഷൻ ബാർ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു സൈൻ ഇൻ ബട്ടൺ മാത്രമുള്ള ഒരു സിമ്പിൾ നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ page.js നിന്നിട്ട് അതിനെ കോൾ ചെയ്തിട്ടുണ്ട്. ആകെ ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനി ഒതന്റിക്കേഷൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ഒരു നൗ ബാർ ക്രിയേറ്റ് ചെയ്ത് page.txsൽ ഒരു ഹെഡ് ടാഗ് ഒക്കെ സെറ്റ് ചെയ്ത് ആ നൗ ബാറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇനിഷ്യൽ പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രൊജക്റ്റും കൂടെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ക്ലിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതിന്റെ ഫംഗ്ഷനാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു auth.js ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ Next.jsന്റെ ആണെങ്കിലും ഇതിന്റെ ആണെങ്കിലും ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ബീറ്റ വേർഷൻ ആണ് കേട്ടോ, വേർഷൻ 5. അത് സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഷൻ ആണ്. സോ ഞാൻ ഈ ഫസ്റ്റ് നിങ്ങളെ ഒരു ഡോക്യുമെന്റേഷനിൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ആക്സസ് ചെയ്യാം. അതിന്റെ അകത്തുനിന്ന് ഇൻസ്റ്റാളിംഗ് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫ്രെയിംവർക്ക്, Next.js ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ Next.js ചൂസ് ചെയ്യുക. ഞാൻ NPM ആണ്. അതുപോലെ പ്രീ റിക്വസ്റ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സിസ്റ്റത്തിൽ NPM ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. Node.js NPM വേണം. അതും നമ്മുടെ ട്യൂട്ടോറിയൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ട്, അതൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ ഒരു നെക്സ്റ്റ് ലൈബ്രറീനെ ഇൻസ്റ്റാൾ ചെയ്യാം. npm install next auth beta മീൻസ് ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. അത് നമുക്ക് അറിയാലോ, ഇപ്പം നമ്മുടെ സീക്രട്ട് കീസും അതുപോലെ തന്നെ API കീസും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഡ് ബേസിൽ ഇപ്പോൾ ഗിറ്റ് ഒക്കെ ആണെങ്കിൽ കമ്മിറ്റ് ചെയ്യാറില്ലല്ലോ. സോ നമുക്ക് ലോക്കൽ ആയിട്ട് എൻവയോൺമെന്റ് വേരിയബിൾ സെറ്റ് ചെയ്യണം. ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ഇവർക്ക് ഒരേ ഒരു എൻവയോൺമെന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അത് auth secret ആണ് കേട്ടോ. ഈ auth secret ഇല്ലേ, ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേയിൽ ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു സീക്രട്ട് കീസ് ജനറേറ്റ് ചെയ്യാറില്ലേ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഇപ്പം ഇവരുടെ തന്നെ ഈ ഒരു npx auth secret എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ത്രൂ ജനറേറ്റ് ചെയ്യാം. ഇതിപ്പോ ഒരു ആൽഫ ന്യൂമറിക് ഡാറ്റ അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയുക, കൂടുതലായിട്ട് ഒതന്റിക്കേഷൻ സിസ്റ്റം ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ കീ ജനറേറ്റ് ചെയ്ത് വെക്കും. നമ്മളിപ്പം എൻക്രിപ്റ്റ് ഡീക്രിപ്ഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് ഫയൽ നമ്മുടെ പ്രൊജക്ടിന്റെ, ഞാനിതൊന്ന് ക്ലോസ് ചെയ്യണ്ട, ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെ. ഞാൻ ഈ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡറില്ലേ അവിടേക്ക് ഒരു ഫയല് ജനറേറ്റ് ചെയ്യുവാണ്. അപ്പൊ പ്രൊജക്ടിന്റെ ഒരു റൂട്ട് ഫോൾഡറിന്റെ അകത്ത് നമ്മുടെ ഒരു env ഫയൽ എൻവയോൺമെന്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് അവർ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു CLI കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക്
നെറ്റ് ബീൻസ് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെ ആ ഒരു സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓത്ത് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീയിലെ അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവും കേട്ടോ. ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ കീ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കീ ജനറേറ്റ് ചെയ്യും. ഇതാ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഓത്ത് സീക്രട്ടിലേക്ക് ഇത് അസൈൻ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻവറോൺമെന്റ് ഫയലില്ലേ അതിലേക്ക് ആ കീ ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ ഗിറ്റ്ഹബ് ഒതന്റിക്കേഷൻ അല്ല ഇന്നത്തെ ഒരു വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏത് ഒതന്റിക്കേഷൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് 2 എൻവറോൺമെന്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോ ഗൂഗിൾ ആണെങ്കിലും ഗിറ്റ്ഹബ് ആണെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഗിറ്റ്ഹബിന്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ ക്ലയന്റ് ഐഡിയും അതുപോലെ ക്ലയന്റ് സീക്രട്ടും ജനറേറ്റ് ചെയ്യണം. അപ്പം അതും നിങ്ങളുടെ ഈ ഒരു ഫയലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആണ്. നിങ്ങളുടെ സ്വന്തം ഗിറ്റ്ഹബ് അക്കൗണ്ടിലെ അതിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പൊ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിലെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് എടുക്കുക. അതായത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലില്ലേ ഇതിനകത്ത് ഡെവലപ്പർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഒരു ഡെവലപ്പർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുക. അതായത് നമ്മൾ ഒരു പുതിയ ഒരു ഒതന്റിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു ഗിറ്റ്ഹബിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ന്യൂ ഗിറ്റ്ഹബ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അല്ലേ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒതന്റിക്കേഷൻ വേണം. പിന്നെ ആപ്ലിക്കേഷന് നെയിം കൊടുക്കുക. എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഒതന്റിക്കേഷൻ ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹോം യു ആർ എൽ കൊടുക്കാം. ഹോം യു ആർ എൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ ആ ഒരു ഹോം യു ആർ എൽ ഇല്ലേ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോൾ ബാക്ക് യു ആർ എൽ കൊടുക്കണം. ഈ കോൾ ബാക്ക് യു ആർ എൽ ഓൾറെഡി ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന്. അത് ഈ ഒരു ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ആദ്യം നമ്മുടെ ഈ ഒരു ഒറിജിൻ അതായത് നമ്മുടെ ഹോം യു ആർ എല്ലിന്റെ കൂടെ ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. API ഒതന്റിക്കേഷൻ ഈ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കോൾ ബാക്ക് ഗിറ്റ്ഹബ് ഇങ്ങനെ തന്നെ കൊടുക്കണം. അതായത് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കോൾ ബാക്കിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് ഇവിടെ വരിക കോൾ ബാക്ക് യു ആർ എൽ. അപ്പൊ ഇനിഷ്യൽ പോർഷനെ നമ്മുടെ ഈ ഒരു ഹോം യു ആർ എൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഏകദേശം ഇത്രയും മതി. ബാക്കി ഓപ്ഷൻസ് ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ഇത്രയാണ് മാൻഡേറ്ററി. സോറി വെബ് ഹുക്ക് യു ആർ എൽ കൂടെ വേണം. വെബ് ഹുക്ക് എനിക്ക് വേണ്ട തൽക്കാലം ഞാൻ ഇനാക്റ്റീവ് ആക്കട്ടെ. നെയിം ഞാൻ ഓൾറെഡി ഈ നെയിമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെയിം ഒന്ന് മാറ്റി കൊടുക്കാനേ. നെക്സ്റ്റ് JS ട്യൂട്ടോറിയൽ എന്നാക്കി കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് ക്ലയന്റ് ഐ ഡി വേണം. ക്ലയന്റ് ഐ ഡി ഇവിടുന്ന് ഓൾറെഡി കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ലയന്റ് ഐ ഡി കോപ്പി ചെയ്തിട്ട് എഗെയിൻ നിങ്ങളുടെ ഈ ഒരു ലോക്കൽ ഫയലിൽ വരിക. എന്നിട്ട് __ github _client ID എന്ന് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ക്ലയന്റ് ഐ ഡി കൊടുക്കുക. ഇനി ക്ലയന്റ് ഐ ഡി മാത്രമല്ല നമുക്ക് സീക്രട്ടും കൂടി ആവശ്യമുണ്ട്. സീക്രട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്ലയന്റ് ഐ ഡിന്റെ താഴെ റൈറ്റ് സൈഡിൽ ജനറേറ്റ് ന്യൂ ക്ലയന്റ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലയന്റ് സീക്രട്ട് കിട്ടും. ഈ ക്ലയന്റ് സീക്രട്ടിനെ കോപ്പി ചെയ്യുക. GitHub ഒരു ഗിറ്റ്ഹബിന്റെ സീക്രട്ടിനെയും കൂടെ കോപ്പി ചെയ്യാം. ക്ലയന്റ് ഐ ഡിക്ക് ഒരു ID മാത്രം കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക കേട്ടോ. ആക്സസ് ചെയ്യുമ്പോൾ സെയിം നെയിമിൽ തന്നെ ആക്സസ് ചെയ്താൽ മതി. അപ്പൊ എൻവറോൺമെന്റ് സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇനി ഗൂഗിളിലാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ ഈ ID സീക്രട്ടും ജനറേറ്റ് ചെയ്യുന്നത് ഗൂഗിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗിറ്റ്ഹബിന് പകരം. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ എൻവറോൺമെന്റിന്റെ സെറ്റപ്പ് കഴിഞ്ഞു. നമുക്കിനി ഓതന്റിക്കേഷൻ പാർട്ടിലേക്ക് പോകാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവരുടെ ട്യൂട്ടോറിയലിൽ പറയുന്നത്
ഈ ഒരു ഓതന്റിക്കേഷനെ ജനറേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ റൂട്ട് ഫോൾഡറിൽ auth എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് തൽക്കാലം ഈ കണ്ടന്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഐറ്റം കൂടി ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മെയിൻ ആയിട്ടുള്ള 4 ഫംഗ്ഷനാലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം API റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് സെക്ഷനിൽ കാണും. ഹാൻഡ്ലേഴ്സ് ഉണ്ട്, പിന്നെ സൈൻ ഇൻ സൈൻ ഔട്ട് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് സൈൻ ഇന്നും സൈൻ ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. പിന്നെ സെഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓത്ത്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾ ഏത് ഒതന്റിക്കേഷൻ സിസ്റ്റം ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതിനെ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ GitHub ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ആ ഒരു പ്രൊവൈഡറിനെ, ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ബിൽറ്റ് ഇൻ API ആണ് കേട്ടോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പ്രൊവൈഡേഴ്സ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇത് അറ്റ് എ ടൈമിൽ, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലോഗിൻ ഉണ്ടാവുമല്ലോ. ഗൂഗിൾ ത്രൂ, GitHub ത്രൂ, ഫേസ്ബുക്ക് ത്രൂ ഒക്കെ ലോഗിൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എന്താ പറയുക ഈ ഒരു ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ നമുക്ക് GitHubന്റെ മാത്രമാണ് ഈ അറേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു അറേ ഓഫ് ഒബ്ജക്ട് ഫോർമാറ്റിലാട്ടോ. നിങ്ങൾക്ക് കോമ സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ കൊടുക്കാം. ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു എൻവറോൺമെന്റ് ഫയലിൽ, സോറി ഞാൻ GitHubന് പകരം ഇബ് എന്നാണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെക്ക് ചെയ്തേക്കാം, കറക്റ്റാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊവൈഡർ ആയിട്ട് GitHub പ്രൊവൈഡർ ആണ് നമ്മുടെ ഈ ഒരു എൻവറോൺമെന്റ് വേരിയബിളിൽ നിന്ന് ഈ ഒരു സീക്രട്ടും അതുപോലെ തന്നെ GitHubന്റെ ക്ലയന്റ് ഐഡിയും ആക്സസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊവൈഡറിന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേറ്റർ ഇത് നമുക്ക് ഒതന്റിക്കേഷൻ എന്താ പറയാ, ഈ ഒരു GitHub ഇത് നമ്മുടെ സൈൻ ഇൻ ആക്സസ് ചെയ്യുന്ന സമയത്ത്, പേജ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നേരെ ഇത് GitHubന്റെ സൈൻ ഇൻ പേജിലേക്ക് പൊക്കോളും. ഇനി നിങ്ങൾക്ക് മാനുവലി സൈൻ ഇൻ സൈൻ ഔട്ട് പേജ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അതായത് ഇവരുടെ ഒരു സൈൻ ഇൻ പേജ് അല്ലാതെ GitHub ത്രൂ തന്നെ നിങ്ങളുടെ സ്വന്തം സൈൻ ഇൻ പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അത് നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കോർ ഫംഗ്ഷനാലിറ്റി മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. ഇനി ഇത് കൂടാതെ ഞാൻ 2 കാര്യങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻസ് നിങ്ങൾ കേട്ടിട്ടില്ലേ ജാവാസ്ക്രിപ്റ്റിൽ. അപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്, ഇപ്പൊ സെറ്റ് ടൈം ഔട്ട് ഒക്കെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അതുപോലെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കേസിൽ ഒതന്റിക്കേഷൻ പാർട്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും. നമുക്ക് അതിന്റെ തലവേദന എടുക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഞാൻ JWT ഒതന്റിക്കേഷൻ ഇല്ലേ, അതാണ് ഇവരുടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു JWTന്റെ കോൾ ബാക്ക് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ JWTന്റെ അവർക്കൊരു JWTക്ക് ഒരു MD ടോക്കൺ ഉണ്ടാവും. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ പുതിയ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഞാൻ ഇവരുടെ എക്സിസ്റ്റിംഗ് ടോക്കണിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വൺസ് നമ്മൾ ഈ ഒരു GitHubലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പം യൂസർ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ, എസ്പെഷ്യലി യൂസർ ID കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓത്ത് പ്രൊജക്ട് അവിടെ GitHubൽ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആക്സസ് ടോക്കൺ കിട്ടും. JWTന്റെ കേസിൽ നമുക്കറിയാലോ, എല്ലാ പ്രാവശ്യവും API റിക്വസ്റ്റ് ക്ലയന്റ് സൈഡിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ ഈ ഒരു ആക്സസ് ടോക്കൺ പാസ് ചെയ്യും. ഞാൻ JWTന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ എല്ലാ ടോക്കൺസും അതിന്റെ വർക്കിംഗ് ഒക്കെ ഒരു പ്രൊജക്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആക്സസ് ടോക്കൺസ് ത്രൂ ആണ് നമ്മൾ ഒതന്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ ചെയ്യുന്നത്. സോ ഞാൻ എന്റെ ഈ GitHub ആണ് എനിക്ക് ഈ ഒരു ടോക്കണും അതുപോലെ യൂസർ IDയും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനെ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊവൈഡേഴ്സിന്റെ അരേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾ കോൾ ബാക്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ കാണിച്ചു തന്ന ഡോക്യുമെന്റേഷൻ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ളത് ഇവരുടെ ഈ ഒരു ആക്സസ് ടോക്കൺ JWTന്റെ അതുപോലെ സെഷൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് JWTന്റെ കേസ് നോക്കാം. JWTന്റെ കോൾ ബാക്ക് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോഡിനെ ഒന്ന് കോപ്പി ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തു വരുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. അപ്പൊ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടോക്കൺ JWT ടോക്കൺ ആണ്. യൂസറും അക്കൗണ്ട്സും ഫസ്റ്റ് ടൈം യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ്. അതിൽ യൂസർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ടോക്കൺ ഡീറ്റെയിൽസ്, ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടും. പിന്നെ പ്രൊഫൈൽ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഒരു യൂസറും അക്കൗണ്ട് ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ JWTന്റെ ടോക്കണെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ടോക്കണിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ വേയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓരോന്ന് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറ്റാം. ഞാൻ ഇതിൽ ഒരു മെത്തേഡ് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ യൂസറിന് ഇവിടെ ഒരു യൂസർ ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ JWT ടോക്കണിലേക്ക് യൂസർ ഐഡിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊവൈഡറിന്റെ ആക്സസ് ടോക്കണിനെ നമ്മുടെ ഒരു ടോക്കണിലേക്ക് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം എപ്പോഴായിരിക്കും ഈ കോൾ ബാക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എപ്പോഴൊക്കെ യൂസർ ലോഗിൻ ചെയ്യുന്നുണ്ടോ, എപ്പോഴൊക്കെ ഈ ഒരു JWT ടോക്കൺസ് ഫസ്റ്റ് ടൈം ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ കോൾ ബാക്ക് ഫംഗ്ഷനെ എന്ത് ചെയ്യും? കോൾ ചെയ്യും. ഇനി നമ്മൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനെയും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ JWTന്റെ കേസ് പറഞ്ഞ പോലെ, അതായത് ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ, ഇനി നമ്മൾ നമ്മുടെ സെഷൻ ആക്സസ് ചെയ്യില്ലേ, സെഷൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആക്സസ് ചെയ്യുന്ന സമയത്തോ വർക്ക് ചെയ്യുന്ന കോൾ ബാക്ക് ആണ്. ഇതൊക്കെ ബിൽറ്റ് ഇൻ ആണ് കേട്ടോ, സെഷൻ കോൾ ബാക്ക്. അതായത് ഇവിടെ ഇപ്പൊ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ഡാറ്റയാണ്. ഒന്ന് നമ്മുടെ സെഷൻ ഡാറ്റ, അത് കറന്റ് സെഷൻ ഒബ്ജക്റ്റും, രണ്ടാമത്തത് JWT ടോക്കൺ. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന JWTന്റെ കോൾ ബാക്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ഇതില്ലേ, അതായത് ഇതില്ലേ, ഈ JWT ടോക്കണുമാണ്. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു JWT ടോക്കണിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്തിട്ട് അത് സെഷനിലേക്ക്, മീൻസ് എസ്പെഷ്യലി യൂസർ ഐഡിയും ആക്സസ് ടോക്കണും നമ്മൾ എന്താ അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സെഷൻ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിന്റെ പേജിലൊക്കെ യൂസർ ഡാറ്റ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു സെഷൻ ഡാറ്റ ഒബ്ജക്റ്റിലേക്ക്, ഒരു ക്ലയന്റ് സൈഡ് സെഷൻ ഒബ്ജക്റ്റിലേക്ക് ഒരു ഡാറ്റ എക്സ്പോസ് ചെയ്യുവാണ്. രണ്ടാമത്തത് ആക്സസ് ടോക്കൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ GitHub റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു API റിക്വസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു, നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്ന API റൗട്ടിലൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ GitHubലേക്ക് എന്തെങ്കിലും, നമ്മൾ ഓൾറെഡി JWTന്റെ സെഷൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, JWTയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ ഒരു ആക്സസ് ടോക്കൺസ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അവിടെ എല്ലാ ടോക്കണും അതിന്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഓരോ റിക്വസ്റ്റിനെയും കൂടെ ഓതന്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ടോക്കൺ വേണം അല്ലേ. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോക്കൺ പാസ് ചെയ്ത് കൊടുക്കണം ഒരു GitHub റിലേറ്റ് ചെയ്തിട്ട് വരുന്ന API റിക്വസ്റ്റിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡാറ്റയിൽ ഈ ഒരു ടോക്കണും കൂടെ അസൈൻ ചെയ്തത്. സോ നമുക്ക് ഇത് രണ്ടും ക്ലയന്റ് സൈഡിൽ യൂസർ ഡീറ്റെയിൽസ് ആണെങ്കിലും ഈ ഒരു ആക്സസ് ടോക്കൺ ആണെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓതന്റിക്കേഷൻ പാർട്ടിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അവരുടെ ഡോക്യുമെന്റേഷനിലേക്ക് പോയിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ റൗട്ട് ഹാൻഡ്ലറിനെ ഈ ഒരു API റിക്വസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് ആണെങ്കിൽ റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗട്ട് ഹാൻഡ്ലേഴ്സ് വേണം അല്ലെ. ഇതിന്റെ കേസിൽ സ്പെസിഫിക് ആയിട്ട് ഇവരൊരു റൂട്ട് പറയുന്നുണ്ട്, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് എക്സ്റ്റേണൽ ലൈബ്രറി അല്ലേ, അപ്പൊ അവർ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാത്ത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് API ഫോൾഡറിന്റെ അകത്ത് ഓത്ത് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട്, പിന്നെ ഒരു ക്യാച്ച് ഓൾ റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഡൈനാമിക് റൗട്ട്. ഓൾറെഡി നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു റൗട്ടിലേക്ക് ഒരു API ഓത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്ന എല്ലാ റിക്വസ്റ്റുകളും ഇവിടെ ഹാൻഡിൽ ചെയ്തോളും. അതിന്റെ അകത്ത് നമ്മുടെ ഹാൻഡ്ലർ ഫയല് route.ts, അത് നെക്സ്റ്റ് നെയിമിംഗ് കൺവെൻഷൻ വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാന് ഈ ഒരു ഫയലിന്റെ പാത്തില്ലേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുവാണ് കേട്ടോ. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫയൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. അതായത് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇത് ഞാൻ ഈ ഇടയ്ക്ക് പഠിച്ചതാണ് കേട്ടോ. നമുക്കിപ്പോ ഇവിടെ ഒരു API ഉണ്ട്, ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. നമുക്കിപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പൊ നമുക്ക് റൂട്ട് ഹാൻഡ്ലർ ആണല്ലോ, ആപ്പിന്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫയൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കംപ്ലീറ്റ് പാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഫോൾഡേഴ്സും ഫയൽസും ക്രിയേറ്റ് ആവും. ഇവിടെ കണ്ടില്ലേ, ആ ഒരു അവരാ പറഞ്ഞിരിക്കുന്ന പോലെ APIന്റെ അകത്ത്, ഓത്തിന്റെ അകത്ത്, പിന്നെ ഡൈനാമിക് റൗട്ടിന്റെ അകത്ത് route.ts ഫയൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ കണ്ടന്റും കൂടി ഒന്ന് കോപ്പി ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഹാൻഡ്ലേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റൂട്ട് ഫോൾഡറിന്റെ അകത്തല്ലേ. ഈ ഹാൻഡ്ലേഴ്സിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇത് എവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മളിവിടെ auth.ts ഫയൽ, ഒതന്റിക്കേഷൻ ഫയലിന്റെ അകത്ത് ഒരു ഇതിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ്ലേഴ്സ്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, API റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്ത് ഗെറ്റും പോസ്റ്റും മെത്തേഡിനും എടുത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഒതന്റിക്കേഷൻ പ്രോസസ് ഫ്ലോയിൽ വരുന്ന എല്ലാ റിക്വസ്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത്, ഇപ്പൊ സൈൻ ഇൻ, സൈൻ ഔട്ട്, കോൾ ബാക്ക്, നമ്മുടെ ഓത്ത് പ്രൊവൈഡേഴ്സിൽ നിന്ന് വരുന്ന എല്ലാ റിക്വസ്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഫയൽ ത്രൂ ആയിരിക്കും കേട്ടോ.
ഇനി അടുത്ത ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെഷൻ മാനേജ്മെന്റിൽ പോയാൽ മതി. പ്രൊട്ടക്ടിങ് റൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക് അല്ലേ, ഇവിടെ പോയാൽ മതി. ഇതിനകത്ത് നമുക്ക് മിഡിൽ വെയർസിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ മിഡിൽ വെയർ ബേസിക്കലി നെക്സ്റ്റേഴ്സിന്റെ പാർട്ടാണല്ലോ. അതായത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ടർ റൗട്ടിനെ ആക്സസ് ചെയ്യുവാണ്, അപ്പം നമുക്ക് അങ്ങനെ വൾനറബിലിറ്റി ആയിട്ട് വരുന്ന എല്ലാ റിക്വസ്റ്റുകളെയും അല്ലെങ്കിൽ റെസ്പോൺസിനെയും നമ്മൾ റീഡയറക്ട് ചെയ്തിട്ട് മിഡിൽ വെയർസ് പ്രോസസ് ചെയ്തതിന് ശേഷം, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് മിഡിൽ വെയറിൽ പോയി ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസർ ആണോ, അതായത് യൂസർ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ആ ഡാഷ്ബോർഡ് റിട്ടേൺ ചെയ്യും. അല്ലാത്ത കേസിൽ നമ്മളെ റീഡയറക്ട് ചെയ്ത് ലോഗിൻ പേജിലേക്കായിരിക്കും വിടുന്നത്. അപ്പൊ ഈ മിഡിൽ വെയർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എഗെയിൻ എന്റെ നെക്സ്റ്റ് ഡേയ്സിന്റെ ട്യൂട്ടോറിയൽ കണ്ടാൽ മതി. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബോറടി ഫീൽ ചെയ്യരുതേ. ഒരു നെക്സ്റ്റ് ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മാൻഡേറ്ററി ടോപ്പിക്സ് ആണ് ഈ മിഡിൽ വെയറും ക്യാഷിങ്ങും ഒക്കെ. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ എന്റെ തന്നെ കാണണമെന്നില്ല, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയലോ വീഡിയോ തന്നെ വേണമെന്നില്ല, ഡോക്യുമെന്റേഷൻ ആണെങ്കിലും റെഫർ ചെയ്ത് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മിഡിൽ വെയർ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടുത്തെ മിഡിൽ വെയർ എന്തായിരിക്കും? ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. അതായത് നമ്മുടെ എല്ലാ റൗട്ട്സും ആക്സസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഒതന്റിക്കേറ്റഡ് യൂസർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്യും. അതുപോലെ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള യൂസറിനെ ഇപ്പൊ ലോഗിൻ പേജിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ അതിന് അവർക്ക് ആവശ്യമില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അങ്ങനെ വരുമ്പോൾ നേരെ ആ ഡാഷ്ബോർഡിലേക്ക് പാസ് ചെയ്താൽ മതി. ഞാൻ കോഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ റൂട്ട് ഡയറക്ടറിയിലെ അവിടെ ഈ ഒരു റൂട്ട് ഫോൾഡറിന്റെ അകത്ത് മിഡിൽ വെയർ .ts എന്ന് പറഞ്ഞ ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഞാനിപ്പോ പറഞ്ഞല്ലോ മിഡിൽ വെയറിന്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്ത സെയിം കോഡ് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തിടുവാണ്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പേടിക്കണ്ട. അപ്പോൾ ഓതന്റിക്കേഷൻ എഗെയിൻ പ്രശ്നമായി. ഓതന്റിക്കേഷന്റെ റൂട്ടാണ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓതന്റിക്കേഷൻ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുക. നമ്മൾ .ts ഫയൽ ചെയ്തിട്ടില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യാം. ഇനി രണ്ടാമത്തത് നെറ്റ്വർക്ക് റെസ്പോൺസിനെ എടുക്കുക. ഇത് നെക്സ്റ്റ് ഡേയ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ റെസ്പോൺസ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഇനി ഫസ്റ്റ് ഇവിടെ രണ്ട് മിഡിൽ വെയർ ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, കസ്റ്റം ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ഒതന്റിക്കേഷൻ ചെക്ക് ചെയ്യും. ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് രണ്ട് കേസാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് എന്താ വെച്ചാൽ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ആ URL പാത്ത് എടുക്കും, പാത്ത് നെയിം എടുക്കും. പാത്ത് നെയിമിൽ ഡാഷ്ബോർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഡാഷ്ബോർഡ് ആണെങ്കിൽ യൂസർ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള യൂസർ ആണോ, ഇൻഡിക്കേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മീൻസ് ഡാഷ്ബോർഡ് ആണ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പൊ നമുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ലോഗിൻ പേജ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ലോഗിൻ പേജ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ലോഗിൻ സിസ്റ്റം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ റിക്വസ്റ്റ് പോയി ഒരു റിട്ടേൺ റിക്വസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ലോഗിൻ പേജ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. ഇതിന്റെ റിവേഴ്സ്, ലോഗിൻ പേജ് ആണ് ആക്സസ് ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്ട് ചെയ്യാം. ഇനി ഫൈനലി നമ്മൾ മാച്ചർ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഒരു മാച്ചറിന്റെ അകത്ത് നമ്മൾ എല്ലാ റൗട്ട്സും ഈ ഒരു ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിഡിൽ വെയർ റൺ ആവും. എക്സെപ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന കേസാണ് കേട്ടോ. ഇപ്പൊ API റൗട്ട്സ് വരിക, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേയ്സിന്റെ തന്നെ എന്തെങ്കിലും ഒരു ഇന്റേണൽ അസറ്റ്സ്, ഇപ്പൊ സ്റ്റാറ്റിക് ഫയൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, അതുപോലെ ഇമേജസ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ശരിക്കും ഒരു മിഡിൽ വെയറിന്റെ ആവശ്യമില്ല. സോ നമ്മൾ അത് ഇന്റേണലി നടക്കുന്ന കാര്യം ആയതുകൊണ്ട് നമ്മൾ അതിന് മിഡിൽ വെയറിൽ നിന്ന് പാസ്വേഡ് മീൻസ് എക്സെപ്ഷണൽ കേസ് ആയിട്ട് എടുത്തിട്ട് മിഡിൽ വെയറിന് ഒന്ന് ഫിൽട്ടർ ചെയ്യും. നമുക്ക് ആവശ്യമില്ല അത് ചെക്ക് ചെയ്യണ്ടേ. സോ എക്സെപ്റ്റ് ദിസ്, ഈ ഒരു കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാത്തിനും നമ്മുടെ ഈ മിഡിൽ വെയർ റൺ ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു മിഡിൽ വെയറിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി മിഡിൽ വെയർ നമ്മൾ JS-ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഒരു ഏതാണ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് റെസ്പോൺസ് ഇവിടെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നത്.
നമ്മൾ ഓൾമോസ്റ്റ് ഇതിന്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഒതന്റിക്കേഷൻ ഈ ഒരു auth.js നെക്സ്റ്റ് ജെഎസിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെഷൻ ഡാറ്റ വരെ, അതായത് നമ്മളിപ്പോ യൂസ് ചെയ്തത് ഗിറ്റ് ഹബ് ആണ്. അപ്പൊ ഗിറ്റ് ഹബ് ത്രൂ നമ്മൾ ലോഗിൻ, ഏതെങ്കിലും ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിന്റെ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഗിറ്റ് ഹബിന്റെ ലോഗിൻ പേജിലേക്ക് പോകും. അവിടുന്ന് അവരുടെ ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ആ യൂസർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെഷനിൽ സ്റ്റോർ ചെയ്യും, ഇൻക്ലൂഡിങ് ആക്സസ് ടോക്കൺ. അപ്പൊ അതുവരെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ യൂസർ ഇന്റർഫേസ് നമ്മുടെ UI കോമ്പോണൻസിലേക്ക് വന്നിട്ട് ഈ ഒരു സെഷൻ ഡാറ്റ എടുക്കും. അപ്പോഴല്ലേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ എല്ലാ യൂസർ ഇന്റർഫേസിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കോമ്പോണൻസിലും അല്ലെങ്കിൽ നിങ്ങളുടെ റൗട്ട്സിലേക്കും എസ്പെഷ്യലി ക്ലയന്റ് സൈഡ് കോമ്പോണൻസിൽ ഈ ഒരു സെഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്ടിന്റെ കോണ്ടെക്സ്റ്റ് API ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്ടിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ഉണ്ട്, സെഷൻ പ്രൊവൈഡർ. അത് ഈ ഒരു ഓത്തിന്റെ പാർട്ടാണ് കേട്ടോ. ഈ ഒരു auth.jsന്റെ പാർട്ടാണ്. അത് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലേഔട്ട് ഇല്ലേ, ഈ ഒരു ലേഔട്ടിലാണല്ലോ നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലേഔട്ടിന്റെ അകത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ് സെഷൻ പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് സാധാരണ കോണ്ടെക്സ്റ്റ് API ഒക്കെ നമ്മൾ റാപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ചൈൽഡ് കോമ്പോണൻസിലേക്കും ഈ ഒരു ഡാറ്റ അവൈലബിൾ ആകണം അല്ലെ. അതുകൊണ്ട് എന്റെ ഈ ഒരു ചൈൽഡ് കോമ്പോണന്റിന് ഈ ഒരു സെഷൻ പ്രൊവൈഡർ എല്ലാ ചൈൽഡ് കോമ്പോണൻസിനെയും റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ റൗട്ട്സിലേക്കും അല്ലെങ്കിൽ എല്ലാ ക്ലയന്റ് സൈഡ് കോമ്പോണൻസിലേക്കും എന്തായിക്കോളും, നമ്മുടെ ഈ ഒരു സെഷൻ ഡാറ്റ, നമ്മളുടെ സെഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സെഷൻ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാം, സെഷൻ കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി ഇവിടെ ഒരു സിമ്പിൾ നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ആ ഒരു ഫസ്റ്റ് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിമ്പിൾ ഒരു ഇന്റർഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൈൻ ഇൻ ബട്ടൺ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ ഇംപ്ലിമെന്റേഷൻ ബട്ടൺ ക്ലിക്ക് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ബട്ടൺ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈൻ ഇൻ വിത്ത് ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിനെ എന്റെ ആക്ച്വൽ പേജ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു നാവിഗേഷൻ ബാറിന്റെ പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഓവർ റൈറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരു നാവിഗേഷൻ ബാർ ഓഫ് കോഴ്സ് അത് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആണ്. നമ്മൾ ഇവന്റ്സും അതുപോലെ ഹുക്സ് ഒക്കെ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഡേയ്സിന്റെ ലിങ്ക് കോമ്പോണന്റ് ഇല്ലേ, അത് നെക്സ്റ്റ് ഡേയ്സിന്റെ എന്താ പറയുക ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ക്ലിക്ക് ചെയ്യാനല്ല ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഹുക്കാണ് സെഷൻ ഹുക്ക്. അതായത് നമ്മൾ റിയാക്ട് ജേസിൽ ഹുക്ക് യൂസ് ചെയ്യാറില്ലേ, യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവര് നെക്സ്റ്റ് ഔത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഹുക്കാണ് യൂസ് സെഷൻ, നമ്മുടെ സെഷൻ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കൂടാതെ സൈൻ ഇൻ സൈൻ ഔട്ട് രണ്ട് ഫംഗ്ഷനും കൂടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൈൻ ഇൻ സൈൻ ഔട്ട് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി യൂസ് സെഷൻ, നെക്സ്റ്റ് നമ്മൾ യൂസ് സെഷൻ ഹുക്കിനെ കോൾ ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് സെഷൻ ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെഷൻ ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി സെഷൻ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ യൂസർ ഐഡിയും കാര്യങ്ങൾ ആക്സസ് ടോക്കൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സെഷൻ ഒബ്ജക്റ്റിനെ കിട്ടും. അതുപോലെ തന്നെ സ്റ്റാറ്റസും കിട്ടും. അതായത് ലോഡിംഗ് ആണോ, അതുപോലെ ഒതന്റിക്കേറ്റഡ് യൂസർ ആണോ, അൺഒതന്റിക്കേറ്റഡ് യൂസർ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇനി രണ്ടാമത്തത് രണ്ട് ഫംഗ്ഷൻസ് ആണ്. സൈൻ ഇൻ സൈൻ ഔട്ട് ഫംഗ്ഷൻ നമുക്ക് ഗിറ്റ് ഹബ് ത്രൂ നിങ്ങളുടെ ഏത് പ്രൊവൈഡർ ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് സൈൻ ഇൻ ചെയ്യാനും പിന്നെ സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. കോൾ ബാക്ക് നമ്മൾ ഓൾറെഡി കോൾ ബാക്ക് URL ഒക്കെ ഞാൻ ഗിറ്റ് ഹബിൽ കൊടുത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ യൂസ് സെഷൻ ഹുക്കിന്റെ കാര്യങ്ങൾ. പിന്നെ 2-3 ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒരു എന്താ പറയാ, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഫസ്റ്റ് ഞാൻ ഇന്റർഫേസ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ഡെമോ എന്നും പറഞ്ഞ പേജിന്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ സെറ്റ് ചെയ്തിട്ടില്ലേ. പിന്നെ നമ്മുടെ ഹോമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഹോം ലിങ്കും ഡാഷ്ബോർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിന്റെ ലിങ്കും ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. ഇപ്പൊ ഓൾറെഡി യൂസ് സെഷൻ ഹുക്ക് നമുക്ക് സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ലോഡിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യും. അല്ല ഓൾറെഡി സെഷൻ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെഷൻ ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ യൂസറിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊവൈഡർ ആണോ ആ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജ് ആണ് എന്താ പറയാ, നമ്മൾ അതിൽ നിന്ന് ഇമേജ് എടുത്തിട്ട്, ഇപ്പൊ നമ്മുടെ ലോഗോ ആയിരിക്കും, ആ ഇമേജ് എടുത്തിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂസർ നെയിമും ഒരു പാരഗ്രാഫ് സ്പാനിന്റെ അകത്ത് ഞാൻ യൂസർ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈൻ ഔട്ട് ബട്ടൺ, അതായത് ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ വെബ്സൈറ്റിലൊക്കെ സൈൻ ഔട്ട് അല്ലേ കാണിക്കാം. സൈൻ ഔട്ട് ചെയ്യുമ്പോൾ കോൾ ബാക്ക് URL പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി
കോൾ ബാക്ക് URL സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എവിടേക്കായിരിക്കും റീഡയറക്ട് ചെയ്യേണ്ടത്, സൈൻ ഔട്ട് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് പോകണം. കോൾ ബാക്ക് URL ആയിട്ട് നമ്മൾ ഹോം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ല സെഷൻ ഡാറ്റ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ, നമ്മൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈൻ ഇൻ ബട്ടൺ മാത്രം കാണിച്ചാൽ മതി. ഗിറ്റ് ഹബ് ത്രൂ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മളത് മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര സൈനിങ് ഓപ്ഷൻ ഉണ്ടോ അത്രയും കാണിച്ചു കൊടുക്കാം. ഓൺ ക്ലിക്കിൽ സൈൻ ഇൻ മെത്തേഡിനെ കോൾ ചെയ്യും. അത് ഏതാണോ നമ്മുടെ പ്രൊവൈഡർ അല്ലെങ്കിൽ പ്രൊവൈഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമൽ ക്രെഡൻഷ്യൽ യൂസർ നെയിം പാസ്വേഡ് ആണ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഒതന്റിക്കേഷൻ മെത്തേഡ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എന്റെ നാവിഗേഷൻ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ബാർ, ഒരു ഹോം ലിങ്കും ഉണ്ടാവും, ഒരു സൈൻ ഇൻ സൈൻ ഔട്ട് ബട്ടൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കും. ഇത്രയാണ് എന്റെ നാവിഗേഷൻ ബാർ നമ്മൾ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പൊ നമുക്കിവിടെ ഒരു ഹോം പേജ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ page.txsന്റെ ഫയലിലെ അതായത് ക്ലൗഡ് ബേസ്ഡ് URL അല്ലേ / അല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാവിഗേഷൻ ബാർ ഒക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് മിസ്സിംഗ് ആയിരിക്കുന്ന ഒരു പേജ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ആ ഒരു കോമ്പോണന്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ ഇതൊരു റൗട്ട് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഡാഷ്ബോർഡ് റൗട്ട് ക്രിയേറ്റീവ് ആണ്. ആപ്ലിക്കേഷന്റെ അകത്ത് ഡാഷ്ബോർഡ് ഫോൾഡറിന്റെ അകത്ത് page.txs എടുക്കുകയാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു കണ്ടന്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഓൾറെഡി ഉള്ളത് ഞാൻ കോപ്പി ചെയ്യാം കേട്ടോ. ഈ ഒരു ഡാഷ്ബോർഡിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി നാവിഗേഷൻ ബാറിൽ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യങ്ങളാണ്. അവിടെ സെഷൻ പ്രൊവൈഡർ മാത്രമേ മാറുന്നുള്ളൂ. അതായത് ഇതൊരു സെർവർ സൈഡ് കോമ്പോണന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവന്റ്സും ഹുക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ സെർവർ സൈഡ് കോമ്പോണന്റ് ആണ് കേട്ടോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെർവർ സൈഡ് കോമ്പോണന്റിൽ നിങ്ങൾക്ക് സെഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലയന്റ് സൈഡിൽ നമ്മൾ എന്താ ചെയ്തത്, യൂസ് സെഷൻ ഹുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തു അല്ലേ. ഇവിടെയാണെങ്കിൽ നമ്മൾ ഓത്ത് ഫംഗ്ഷൻ ആണ്. അതായത് ഇവരുടെ ഈ ഒരു ഓതന്റിക്കേഷൻ ലൈബ്രറിക്ക് സെർവർ സൈഡിൽ നമുക്ക് സെർവർ സൈഡ് സെഷൻ ഫെച്ചർ എന്ന് പറയുന്നത് ഒരു ഒതന്റിക്കേഷൻ ഫംഗ്ഷൻ ആണ്. അതിനെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കറന്റ് സെഷനെ ആക്സസ് ചെയ്യും. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കറന്റ് സെക്ഷനെ ആക്സസ് ചെയ്യും. ഇൻ കേസ് നമ്മൾ സെഷൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്സസ് ഡിനൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് നാവിഗേഷൻ ബാർ കഴിഞ്ഞിട്ട്. ഇനി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിന്റെ പേജ് കാണിക്കും. അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു യൂസർ ഇമേജും അതുപോലെ തന്നെ നമ്മുടെ ഗിറ്റ് ഹബിന്റെ ഇമെയിൽ ഐഡിയും സെറ്റ് ചെയ്തിട്ട് ഏത് പ്രൊവൈഡർ ആണോ, നമ്മളിവിടെ ഗിറ്റ് ഹബ് ആയതുകൊണ്ട് അതിന്റെ ഇമെയിൽ ID, യൂസർ ID, പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. അതായത് ആക്സസ് ടോക്കൺസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വേറൊരു ഗിറ്റ് ഹബിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു API റിക്വസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ പ്യുവർ ആയിട്ടും ആ ഒരു ഒതന്റിക്കേഷൻ ഭാഗം മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആക്സസ് ടോക്കൺ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ്. ആക്സസ് ടോക്കണിന്റെ ജസ്റ്റ് 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളിത് കാണിക്കരുത്, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ്. നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആക്സസ് ടോക്കനെ ആക്സസ് ചെയ്ത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. നോർമലി നമ്മൾ ഈ സെഷനിൽ നിന്ന് ആ ഒരു കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഈ ഒരു ഫയലിന്റെ അകത്ത്. അതായത് ഈ ഒരു ഒതന്റിക്കേഷന്റെ ഫയലിന്റെ അകത്ത് നമ്മൾ ആക്സസ് ടോക്കനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ യൂസർ ID ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആക്സസ് ടോക്കൺ എടുത്ത് ജസ്റ്റ് കാണിച്ചു തരും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഒതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ പറയാ, നമ്മുടെ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ആ ഒരു ഒതന്റിക്കേഷൻ മെത്തേഡ്, അതിന്റെ ക്ലയന്റ് ഐഡിയും സീക്രട്ടും ജനറേറ്റ് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇപ്പൊ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓത്ത് ലൈബ്രറി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ട് ആ ഒരു ഒതന്റിക്കേഷൻ സീക്രട്ടും ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സീക്രട്ടും ജനറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊവൈഡറിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കോൾ ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ കേസിലാണെങ്കിൽ JWT ടോക്കണും സെഷനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ, അത് രണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് മിഡിൽ വെയർ വേണമെങ്കിൽ മിഡിൽ വെയർ കൊടുക്കുക. മിഡിൽ വെയറിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട റീഡയറക്ട് ചെയ്യേണ്ട റൗട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് മാച്ചർ കോൺഫിഗറേഷനിലോ ഞാൻ മൾട്ടിപ്പിൾ മെത്തേഡ്സ് എന്റെ മിഡിൽ വെയറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റാറ്റിക് ഡാറ്റാസ് അല്ലാത്ത എല്ലാത്തിനെയും ഈ ഒരു എല്ലാ റൗട്ട്സിനെയും മിഡിൽ വെയർ ത്രൂ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് റൗട്ട് ഹാൻഡ്ലേഴ്സിനെ സെറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ജസ്റ്റ് നമ്മൾ ഗെറ്റ് പോസ്റ്റ് മെത്തേഡിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല.
നമ്മുടെ ഹാൻഡ്ലർ സബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഗെറ്റും പോസ്റ്റിനെയും എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ മിഡിൽ വെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ കോമ്പോണൻസ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. ഒരു റിയൽ പ്രൊജക്ട് ആവുന്ന സമയത്ത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. കുറച്ചും കൂടെ യൂസറിനെ അട്രാക്റ്റീവ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങളുടെ നാവിഗേഷൻ ബാർ ആണെങ്കിലും ലോഗിൻ പേജ് ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ബാക്കിയുള്ള മോഡ്യൂൾസ് ആണെങ്കിലും ഒക്കെ ടെയിൽ വിൻഡോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന CSSന്റെ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കോർ CSS ആണോ ഏതാണോ യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാം. ഞാൻ ഈ കംപ്ലീറ്റ് പ്രോജക്റ്റ് എന്റെ GitHub പുഷ് ചെയ്തേക്കാം. നിങ്ങൾ ഈ ഒരു നെയിമിൽ തന്നെ, അതായത് നെക്സ്റ്റോത്ത് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, ലേറ്റസ്റ്റ് റെപ്പോസിറ്ററി സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് പുള്ളി ചെയ്തെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ വരുന്നതാണ്, അല്ലെങ്കിൽ എന്റെ വീഡിയോസിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഇത് അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ എന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വെർസറ്റൈൽ ആയിട്ട്, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട്, കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട്, കുറച്ചും കൂടെ പെർഫോമൻസ് വൈസ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഇതിനെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഞാൻ എന്റെ പ്രൊജക്ട് ഒന്ന് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ടും കൂടെ കാണിച്ചു തരാം. npm run dev. പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഡാഷ്ബോർഡിനെ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആക്സസ് ഡിനൈൻഡ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒതന്റിക്കേറ്റഡ് അല്ലാത്ത യൂസർ സെഷൻ ഡയറക്റ്റ് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ആക്സസ് ഡിനൈൻഡ് ആയിരിക്കും കാണിക്കുക. ഡാഷ്ബോർഡ് ആണ് നമ്മുടെ കേസിൽ പ്രൊട്ടക്ടർ ഔട്ട്. ഇനി നമുക്ക് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ്. അപ്പൊ എന്റെ GitHub ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ GitHub അക്കൗണ്ടിലേക്ക് റീഡയറക്ട് ചെയ്യും. നിങ്ങളിവിടെ ഇമേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് വരും കേട്ടോ. അപ്പൊ ഞാൻ സൈൻ ഇൻ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ പ്രൊജക്ട് സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇനി പ്രൊട്ടക്ടർ ഔട്ട്സ് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യും. ഡാഷ്ബോർഡ് ആണല്ലോ നമ്മുടെ പ്രൊട്ടക്ടർ ഔട്ട്. ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് പോയാണ്. ഇപ്പൊ ഒതന്റിക്കേറ്റഡ് യൂസർ ആയതുകൊണ്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാ റൗട്ട്സും ഇപ്പൊ ഹോം പേജിലേക്ക് പോവാം, തിരിച്ച് നമുക്ക് ഇവിടേക്ക് വരാം. ഇതിപ്പം എന്റെ ഒരു ലോഗോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ GitHubൽ ഒരു ലോഗോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു ലോഗോ, നമ്മുടെ ചാനലിന്റെ ലോഗോ എടുത്തിട്ട് വരുന്നത്. ഇവിടുന്ന് ഇമെയിൽ ID യൂസർ ID ഒക്കെ നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്സസ് ടോക്കൺ ഒക്കെ അതൊക്കെ കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോഴ്സ് കോഡിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.